ഡിയർ നീൽ, നീ മാത്രമേ എന്നെ ജഡ്ജ് ചെയ്യാത്തതായിട്ടുള്ളൂ. ആരോടും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും എന്നെ എന്തോ പോലെ കാണണേ. നാളെ പുതിയ സ്കൂളിൽ എൻ്റെ ഫസ്റ്റ് ഡേ. നാളെ തൊട്ട് എനിക്ക് മൊത്തത്തിൽ മാറണമെന്നുണ്ട്. ഐ കാൻറ്റ് അഫോർഡ് ടു ബി ദിസ് ലോൺലി എനിമോർ. എല്ലാവർക്കും എല്ലാവരും അറിയാം, എനിക്ക് മാത്രം ഒരു കോപ്പനെ അറിയില്ല. അങ്ങോട്ട് കയറി സംസാരിക്കാം, എല്ലാവരും അറിയണ പോലെ നടക്കാം. പക്ഷേ ഒറ്റയ്ക്കായി പോയി തുടങ്ങും വന്നെത്തി കണ്ണാടി വെച്ചോക്കി കൺമുന്നിൽ പാതാളം ഓരാച്ചോരും നേരം തോരാതെ വന്നേ ഒരു മാറ്റവുമില്ലല്ലോ. ഇതെന്തോ മാറാരോഗം മാറാരോഗം മാറാരോഗം. ബ്രോ, ഇതെൻ്റെ സീറ്റാ, അങ്ങോട്ട് മാറിയിരിക്കോ? ഈ സീറ്റ് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കണമെന്നൊക്കെ ഉണ്ട് എനിക്ക്. പക്ഷേ വേണ്ട. വന്നോ അപമാനം കൂട്ടത്തിൽ ഞാൻ ഭാരം പിന്നാലെ വന്നെന്നും ഈ തീരാമാറായോനാനേ നാനാനേ നാനന്നാനന്നാനേ നന്നന്നാനാനേ നന്നാനേ നാനാനേ. Good morning. All of you say present now. നിനക്ക് ഞാൻ ബൂട്ടുണ്ടാക്കി വെച്ചിട്ട് ബേട്ടാ, Ashwin, അല്ലേ Arjun, Alna, Angelina, Alan, Alan, വാരിട്ട് പൊട്ടിച്ചാലത്. Harris, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് ഒരു സയൻസ് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററിയാണ് അതിൻ്റെ തീം. ഡീറ്റെയിൽസ് ഞാനിപ്പോൾ എൽജിൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഹിസ്റ്ററിയാണ് നമ്മുടെ തീം. എല്ലാവരും കമ്പൽസറി ആയിട്ടും പങ്കെടുക്കണം. അലൻ ശ്രദ്ധിക്കണ്ടോ? ഇവിടെ എക്സിബിഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും പെയിന്റിങ്സോ ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും പുരാതനമായ അലൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അപ്പൊ അവിടെ എണീറ്റോ. അർവിൻ മോനെ ഒന്നോളെ പോയിരിക്കോ. അലൻ പ്ലീസ് സിറ്റ് ഡൗൺ ഹിയർ. ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു 5 മിനിറ്റ് ഇരിക്കുക. എക്സിബിഷൻ ഡീറ്റെയിൽസ് ഞാൻ അപ്പം പറയാം. അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. To arrive in India by sea when Vasco da Gama reached എന്താണ് their main aim was സുഖാണോ? to conquer എന്തൊരു സുഖം? spice trade എത്ര സുഖമാണ് നിനക്ക്? എന്തൊരു സുഖം? and gain power പറയടാ. in the Indian Ocean. They built their first fort at യാ? Cochin in എന്തിരാ? 1509 എന്തിരി വരക്കണേ? and later won the battle of Diu in 1509, രണ്ട് വലിയ വെച്ചിട്ട് മോളെ നീ വരച്ചു തരൂ. making it the യാ? Portuguese യാ? capital in യാ? India. വരച്ചോ? They spread വരച്ചോ? their influence in ഇവനെന്തോ ഊമേ. They built യാ? their first യാ, fort ചിരിക്കടാ. in Cochin in ചിരിക്കി. 1509 ചിരിക്കടാ. and later ചിരിക്കി. won the battle of Diu in 1509, which gave them ഹായ് naval ബട്ടർഫ്ലൈ. എന്റെ പൊന്നല്ലെന്ന് വെറുപ്പിക്കാണ്ടിരിക്കും. എന്തേടി പോടേ. ഹായ് റിയ. ഹായ് എബി. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് നമ്മുടെ എക്സിബിഷൻ ആയിട്ടുള്ള തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യണം.
ഫസ്റ്റ് നമുക്ക് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ മിസ് ഇപ്പോൾ പറയാം ആരൊക്കെ ഏതൊക്കെ ഗ്രൂപ്പിലാണുള്ളതെന്ന്. അപ്പോൾ ഫസ്റ്റ് വൺ അൽന, അർവിൻ ആൻഡ് നിരഞ്ജൻ. സെക്കൻഡ് ഗ്രൂപ്പ് ആൽജിൻ, ഏഞ്ചലീന, സ്വരൻ. തേർഡ് വൺ ആഷ്ലിൻ, അശ്വിൻ, ഹാരിസ്. ഫോർത്ത് വൺ അലൻ, എബി, റിയ. അപ്പൊ ഇതൊക്കെയാണ് ഗ്രൂപ്പുകൾ. അപ്പൊ കറക്റ്റായി പ്രിപ്പയർ ചെയ്യുക, പ്ലാനിങ് ചെയ്യുക, കോമ്പറ്റീഷൻ ആ സ്പിരിറ്റിൽ എടുക്കുക, പ്രൈസ് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ജാമുവൻ അറിയില്ല. ജാമു എന്ന് പറഞ്ഞ കുട്ടി. ജാമു ഈശ്വര സംഭവമാണ്. അതെ എടാ നമുക്കില്ല ആദ്യം ചെയ്തൊരു സാധനം ചെയ്യണം. അത് ഹിറ്റ്ലറിന്റെ തലമുടി, ഗാന്ധിജിയുടെ കണ്ണാട, പിന്നെ ഹിറ്റ്ലറിന്റെ മീശയും. മീശ മാത്രം മതിയാ? അതിന് ഹിറ്റ്ലറിന്റെ താടിയില്ലടാ. ആണോ? അത് എടാ നിങ്ങൾ എന്തിങ്ങനെ ഇരിക്കണേ? എന്നാ നീ ഇങ്ങനെ ഇരിക്കാം. മിസ് പറയണ കേട്ടല്ലേ നീ? എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണ്ടേ നമുക്ക്? ചെയ്യാം. ഡാല എന്തെങ്കിലും പ്ലാൻ ഉണ്ടാ? പ്ലാൻ നമുക്ക് നമുക്ക് ഒരു ചാർട്ടില് പേരൊക്കെ എഴുതി ഫോട്ടോ ഒക്കെ ഒട്ടിച്ച്. എടാ പോയടാ, അതൊക്കെ എല്ലാവരും ചെയ്യണാണ്. ആണോ? നിന്റെ ഐഡിയ ഉണ്ടാ? എന്റെ എടാ നിന്റെ വായിലെന്ത്ര വല്ല പഴം ഉണ്ടോ? പറഞ്ഞു കൊടുക്കടാ. ആരോടീ പറയണേ? എടാ നീ എന്താ വരയ്ക്കുന്നേ? നോക്കട്ടെ. എടാ ഇത് കൊള്ളാം, കാണാല ഭംഗിയില്ലേ അല്ലേ? കൊള്ളാലോ. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. നീയാ കൊള്ളാട്ടാ. ഇതൊക്കെ ഓക്കെ. ഇതൊക്കെ എവിടെ കിട്ടും? നമുക്ക് മട്ടാഞ്ചേരിയിൽ കുറെ ആന്റിക് ഷോപ്പ് ഉണ്ട്. അപ്പൊ അവിടെ പോയാ ഇങ്ങനത്തെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. കൊച്ചി പോയല്ലേ? മട്ടാഞ്ചേരി, പിന്നെ ഇത് കോത്താഴത്തില. പോട്ടാൻ. കൊച്ചിക്കൊന്നും എനിക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ പൊക്കോ. ഒന്നും പറയണ്ട. ഈ വീക്കെൻഡ് കൊച്ചി പോകുന്നു, സാധനം വാങ്ങുന്നു, തിരിച്ചു വരുന്നു. ഉറപ്പിക്കല്ലേ? പോലെ എക്സിബിഷൻ സീനാക്കുന്നു. ഉറപ്പിക്കാം. മൂടാക്കാം നമുക്ക്. ദൂരം പോകും തോരാതെ പെയ്യാൻ തോന്നുന്നേ. ചാർജിങ്. കാണാതെ ദൂരം പോകുന്നേ, തോരാതെ പെയ്യാൻ തോന്നുന്നേ. സഞ്ചാരി മേഘം പോൽ മണ്ണിന്മേൽ നാം ഇന്ന് കൊണ്ടാടി കാത്തിടും ഉലകിൻ പൊരുൾമായ കണ്ണാടി പോലെന്നും ഞാനില്ലേ ചാരത്ത്. അഞ്ചാരേ പിഞ്ചാരേ വരൂ വരൂ കൂടെ. മായാലോകം കാണാ ദൂരം വാനിൻ താഴെ പാരിൽ ലേഖം. ഒന്നുമില്ലേ? നീ തരും ലോകമെൻ ഏതനാ മാറിയോ? നീ
എവിടെയത്? ആ തന്നെ സാധനം. എടേ മനസ്സിരിക്കണ സാധനം തിരിച്ചിരിപ്പിച്ചാലോ? അതോടെ അയ്യോ പൊട്ടിച്ച പൊട്ടി. തകർത്തോളല്ല നീ അത് Sorry, ഞാൻ പറഞ്ഞല്ലേ കൈ കൊണ്ടൊരു സാധനം തുടരുന്ന്. ഞാൻ എടുത്തരില്ല സാധനം ഇപ്പൊ പൊട്ടിച്ചില്ലേ നീ? അങ്ങനെ പൊട്ടിച്ചൊന്നില്ല. അങ്ങനെ പൊട്ടിയില്ല, തകർന്നു പോയത്. അത് ചേട്ടൻ നിർത്തിയേ മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി റേസ് ആവണ്ട. ചേട്ടൻ നിർത്ത്. നിർത്തല്ല, മക്കൾക്ക് കാശ് തന്നിട്ട് പോയാ മതി. ഇവിടെ കുറെ നേരായി ഞാൻ റേസ് ആവണ്ട. പൈസ ആവാനുള്ള കാശ് തന്നിട്ട് പോയാ മതി. ചേട്ടാ കാശ് തരാന്ന് വെച്ചാൽ തരാം. കാശ് എത്ര കാശ് തരാം, കാശ് തരാം. 10-25 സാമാനാണ് പൊട്ടിച്ചാ വന്നേക്കണം. ഞാൻ എവിടെ നിന്നൊക്കെ പോയി ഉണ്ടാക്കിയ സാമാനാന്നറിയോ? റേസ് ആവണ്ട. കാശിന് കാശ് തന്നാ മതി. റേസ് ആവാനുള്ള കാശ് തരാം. ആ കൊടുക്ക്. കാശ് കൊടുക്ക്. കാശിന് കാശ് ഇത് കാശ് കൊടുത്ത ശരിയോടെ കേസല്ലേ ഉള്ളൂ അല്ലേ? ആ കാശൊന്നും നിനക്ക് വരിയില്ലല്ലേ? അതെ. കാശ് എടുത്തിട്ട് പോയാ മതി. റേസ് ആ പൊതിഞ്ഞേക്കാം. സോറിയേട്ടാ. കുറെ 2K പിള്ളേര് വന്നേക്കണേ. ബെർമൂടി കണ്ണാടി ഇട്ടിട്ട് അവര് കണ്ണാടില്ലേ? കാശ് എടുക്ക്. പ്രശ്നമൊന്നും ആക്കണില്ല. നിങ്ങൾക്ക് തന്നെ പോയി അത്രയ്ക്കൊന്നും പൊട്ടിട്ടില്ല. നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു നല്ല സെറ്റാക്കാം. കാശ് കാശിന് വരില്ല. സാധനം കൊണ്ടോക്കോ. പ്രശ്നമൊന്നും കാശ് മോനെ ഞാൻ പോയി വന്നേക്കാം. വഴി അറിയില്ല. സമ്മതിച്ചു. ഓക്കെ നീ എടുത്തോ. എനിക്ക് റേസ് ആവണ്ട. ഇരുന്ന് മൂന്തണ കണ്ടില്ലേ? കുടിക്കടാ കുടിക്കി. ആ ഇതെന്നെ അവിടെ എന്റെ ഉള്ളിൽ നിനക്കൊന്ന് വെകിളി പിടിക്കാണ്ടെന്നൂടെ? എന്നിട്ട് പുറത്തു പോകുമ്പോ കാണിക്കണ നീ. എടീതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളൂ. നീ ആ ചായ കുടിക്ക്. വലിയ ഡയലോഗ് ഒന്നും വേണ്ട കേട്ടാ. അവനല്ലേ കാണായിരുന്നു. ആ അതെ അതെ, പൈസയും പോയി. എടി നോക്കി അങ്ങോട്ട് നോക്കി എറുത്തെടുത്ത് പോലില്ലേ ഞാൻ. എനിക്ക് ഇതുവരെ ഒരു കാര്യം മാത്രം മനസ്സിലായിട്ടില്ല. ഈ പൊട്ടന്റെ തലേ കൂടെ എന്താണ് ഓടണത് ദൈവമേ? എടാ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഒന്നുമില്ല. എന്തോ ടൈപ്പുണ്ടല്ലോ. ടൈപ്പ് നോക്കട്ടെ. ഒന്നുമില്ല. റിയ നിക്ക്, ഞാൻ പറയണമെന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. എന്താ ഇത്? എടാ നീ വിചാരിക്കുമ്പോൾ ഒരു പാസ്റ്റ് അല്ല എൻ്റെ. എല്ലാവരും ഞാൻ ഭയങ്കര ബോൾഡാണ് എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ ശരിക്കും ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഈ ലവ് റിലേഷൻഷിപ്പ് ഇതൊന്നും ഞാൻ ഡിസേർവ് ചെയ്യണില്ല. ഞാൻ 7th പഠിക്കുമ്പോഴാണ് എൻ്റെ അപ്പൻ്റെ ഫ്രണ്ട് തന്നെ ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് എനിക്കിതൊക്കെ ഭയങ്കര പേടിയാണ്. ഇപ്പോഴും നിനക്കതൊക്കെയാണോ തോന്നുന്നത്? എടി, നിന്റെ കൂടെ ഫ്യൂച്ചർ സ്പെൻഡ് ചെയ്യാനായിട്ട് നിന്റെ പാസ്റ്റ് അറിയണമെന്നില്ല. എന്നിലെന്ത് മായം നീ ചൊല്ലിയോ തിന്നലെ, ഉള്ളിലിന്ന് പായുന്നു മിന്നലെ മിന്നലെ, കാറ്റുപോൽ വീശിയോ ഉള്ളുലഞ്ഞാടിയോ, മാറിപ്പോൽ പെയ്തു നീ കണ്ണുനീർ മറച്ചുവോ, എന്നിലെ നൊമ്പരം കണ്ടു നീ വന്നുവോ, എന്നിലെ പുഞ്ചിരി സൂചിയാൽ തുന്നിയോ, എന്നിലെന്ത് മായം നീ ചൊല്ലിയോ തിന്നലെ, ഉള്ളിലിന്ന് പായുന്നു മിന്നലെ മിന്നലെ, മാറിവില്ലു പോലെ നിൻ പുഞ്ചിരി കണ്ടത്, കണ്ണിലിന്നു താരങ്ങൾ മിന്നണേ മിന്നണേ, എന്നിലെന്ത് മായം നീ ചൊല്ലിയോ തിന്നലെ.
ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. എനിക്ക് പാസ്സായ മതിയായിരുന്നു. ഇതെന്തൊരു ഉപ്പ് രസം. താങ്കയുടെ മൂട് തെളിയണില്ല. കുണ്ടിൽ നൊട്ടരാജ് കിട്ടിയല്ല. എടാ ഞാൻ പറയാറില്ലേ ഓസ്ട്രേലിയയിൽ പോണതിനെ പറ്റി. ഈ ജൂലൈയിൽ പോകണം. എനിക്ക് അവിടെ നിന്നൊരു ഓഫർ ലെറ്റർ കിട്ടിയിരുന്നു. പക്ഷേ ഇത്ര കാലം നിൻ്റെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് എനിക്ക് പോവാൻ എന്തോ പോലെ. അതിനിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എനിക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എല്ലാവരും എന്നെ കാണുന്നത് ആരോടും മിണ്ടാത്ത സംസാരിക്കാത്ത ഒരാളായിട്ടാണ്. പക്ഷെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നീൽ. എന്നെ ഞാനായിട്ട് കണ്ടത് അവൻ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പം അവൻ്റെ കൂടെ ഇല്ല. അവൻ പോയി കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ആർക്കും ഇനി എന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞ് എന്നെ അങ്ങനെ കണ്ടത് നീയോ അല്ലനൊക്കെ. നിന്നോട് പോരുതെന്ന് പറയണമെന്നൊക്കെ ഉണ്ട് എനിക്ക്. പക്ഷെ ഇത് നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ നീ സക്സീഡായാൽ നിന്നെക്കാട് കൂടുതൽ ഇതിൽ ഹാപ്പി ആവുന്ന ഞാൻ മാത്രമായിരിക്കും. ഡിയർ നീൽ, ഇത് ചിലപ്പോൾ നിനക്ക് ഞാൻ അവസാനമായിട്ട് എഴുതുന്ന ലെറ്റർ ആയിരിക്കും. ഐ ഹോപ്പ് യു നോ ദാറ്റ് ഐ എം ഇൻ എ ഗുഡ് പ്ലേസ് നൗ. ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നൗ ഇറ്റ്സ് മൈ ടൈം ടു ഗിവ് ബാക്ക്. ആഫ്റ്റർ യുവർ ലോസ് നിന്നെപ്പോലെ ഒരാളെ ഞാൻ കുറേ അന്വേഷിച്ചു. പക്ഷെ ഐ ബിക്കെയിം ദ വെരി പേഴ്സൺ ഐ സെർച്ച്ഡ് ഫോർ. ഇപ്പോൾ ഐ എം സംബഡി ടു സംവൺ. ആദ്യമായിട്ട് എങ്ങനെയൊക്കെ. ഡിയർ നീൽ, I found them, and in them I found myself.